കോടതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരിലല്ല, ഗവൺമെന്റ് ഓഫ് കേരള എന്ന പേരിലാവണം സന്ദേശം അയക്കേണ്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ പരാതി ഇല്ലാത്തതുകൊണ്ട് കോടതി ഇടപെടുന്നില്ല എന്നുകൂടിയാണ് പറയുന്നത്. അത് വിശദമായി പറയുന്നത്, ഭരണഘടനാപരമായി ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ തലവൻ മാത്രമാണ്. ഭരണഘടനാപരമായി മുഖ്യമന്ത്രി എന്നാൽ സർക്കാർ എന്നല്ല അർത്ഥം എന്നൊക്കെ കോടതി പറയുന്നുമുണ്ട്. വിഷ്ണു സുരേഷ് തുടരുന്നു. വിഷ്ണു, അതിനകത്തുള്ള ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയ ആംഗിൾ അല്ല, മറ്റൊരു ആംഗിളിലുള്ള ഒരു തെറ്റ് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലേ? വാദം നടക്കുന്നതിടയിൽ തന്നെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ ചൂണ്ടിക്കാണിച്ചതാണ്. അതായത് സംസ്ഥാന സർക്കാർ എന്നാൽ മുഖ്യമന്ത്രി എന്നല്ലല്ലോ എന്ന് കോടതി ചോദിച്ചിരുന്നു. അതായത് ഈ സ്റ്റേറ്റിന്റെ ഹെഡാണ് മുഖ്യമന്ത്രി എന്ന സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ എന്നാൽ മുഖ്യമന്ത്രി എന്നല്ല, മുഖ്യമന്ത്രി അതിന്റെ ഭരണത്തലവൻ മാത്രമാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അതേ നിരീക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് പറയുന്ന ഘട്ടത്തിലും കോടതി വ്യക്തമാക്കുന്നത്. ആർട്ടിക്കിൾ 166 അനുസരിച്ച് സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും ഗവർണറുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ തലവൻ മാത്രമാണ്. ഭരണഘടനാപരമായി മുഖ്യമന്ത്രി എന്നാൽ സർക്കാർ എന്നല്ല അർത്ഥം. പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പുകൾ പൊതുവെ സർക്കാർ പേരിലാണ് വരാറുള്ളത്. ഗവൺമെന്റ് ഓഫ് കേരള എന്ന പേരിലാണ് സാധാരണ അറിയിപ്പുകൾ വരാറുള്ളത്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് വന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് മറ്റു പരാതികളൊന്നും ഇല്ലാത്തതിനാൽ ആ വിഷയത്തിൽ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. അതായത് അതിന്റെ മെറിറ്റിലേക്ക് കോടതി പൂർണ്ണമായി പോകുന്നില്ല. ഇത്തരത്തിലൊരു വസ്തുതയുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലൊരു പരാമർശം നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് വന്ന പശ്ചാത്തലത്തിൽ ഇനി അയക്കുന്ന സന്ദേശങ്ങൾ ഒരുപക്ഷെ ഗവൺമെന്റ് ഓഫ് കേരള എന്ന പേരിലായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് CMDRF ഫണ്ടിലേക്ക് അടക്കം സംഭാവന ചെയ്തവർക്ക് നന്ദി സൂചകമായും സന്ദേശം അയക്കണമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സന്ദേശങ്ങൾ ഒരുപക്ഷെ ഗവൺമെന്റ് ഓഫ് കേരള എന്നായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലിപ്പോൾ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായി ഉള്ളത്. ഒപ്പം ഈ ഭരണത്തിന്റെ ഭാഗമായി, അതായത് ഇതിൽ പറയുന്ന ഹർജി തള്ളാനുള്ള ഒരു പ്രധാനപ്പെട്ട ആദ്യവാചകമായി സൂചിപ്പിക്കുന്നത് സുഭരണവും സാമൂഹ്യക്ഷേമവും ഉൾപ്പെടെയുള്ള നിയമപരമായ ആവശ്യങ്ങൾക്കായി ശേഖരിക്കുന്ന വിവരങ്ങൾ അത് സ്വകാര്യതയുടെ നിയമലംഘനമായി അല്ലെങ്കിൽ ലംഘനമായി കണക്കാക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജി തള്ളിയിട്ടുള്ളത്. അതായത് ഒരു വശത്ത് ചില കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഈ ഹർജി തള്ളാനുള്ള അല്ലെങ്കിൽ അതിന് ഹർജിക്ക് മെറിറ്റുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളായി കണക്കാക്കാനാവില്ല എന്നാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം. ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സ്പാർക്കിൽ ഡേറ്റ ചോർച്ചയുണ്ടായി, അത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ആ വാദം കോടതി പൂർണ്ണമായി തള്ളുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല, അത് ഭരണത്തിന്റെ ഭാഗം മാത്രമാണ്. ഭരണത്തിന്റെ ഭാഗമായി ഒരു സർക്കാരിന് അത്തരത്തിൽ അതിന്റെ ജീവനക്കാർക്ക് സന്ദേശം അയക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ സ്വകാര്യത ലംഘനമില്ല എന്ന് കോടതി പറഞ്ഞു. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ പേരിൽ അല്ല വേണ്ടത്, അത് ഗവൺമെന്റ് ഓഫ് കേരള എന്ന പേരിൽ വേണമായിരുന്നു എന്നുകൂടി കോടതി ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അത് പരാതി അല്ലാത്തത് കാരണം അതിൽ പ്രത്യേക നിരീക്ഷണമൊന്നും കോടതി പറയുന്നില്ല എന്നുകൂടി പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.